വേദങ്ങളാണെച്ചാലും രാമായണമാണെച്ചാലും മഹാഭാരതമാണെച്ചാലും അതിലെല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, അയം നിജ പരോവേദി ഗണനാ ലഘുചേതസ ഉദാര ചരിതാം നാം തു വസുദൈവ കുടുംബകം. അപ്പൊ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം നമുക്ക് ഒരുമിച്ച് പങ്കിടാൻ സാധിക്കുന്നതാണ് വസുധൈ എന്ന് പറയുന്ന ഈ ഭൂമി. അതിന് പ്രാപ്തരായി കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ എല്ലാ വർഷത്തിലും ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയും വേദിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുവാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശാന്തിക്കാരനായി നിന്നുകൊണ്ട്, ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. അതിന് പുറമെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേദസംഹിതയെ പഠിപ്പിച്ചു കൊടുക്കുവാനും അവരുടെ നിത്യജീവിതത്തിൽ സാമ്പത്തികമായും അതുപോലെ തന്നെ സമൂഹബന്ധമായിട്ടും അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു വ്യക്തിത്വമാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെയാണ് വൈകുന്നേരം തന്നെ വിളിച്ചു പറഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഒട്ടനവധി സന്യാസി ശ്രേഷ്ഠന്മാർ പാലക്കാട് ജില്ലയിലുണ്ട്. പക്ഷെ എല്ലാവരും ഓരോരുത്തരും ഓരോ പരിപാടിയിൽ യജ്ഞത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എത്തുവാൻ സാധിച്ചതും ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരെ കാണുവാൻ സാധിച്ചതും എനിക്കൊരു ഭാഗ്യം കിട്ടിയതാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഭഗവത്ഗീതയിലും ഒരു ശ്ലോകം പറയുന്നുണ്ട്, പിതാഹമസ്യ ജഗതഃ മാതാ ദാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാരം ഋക് സാമ യജുരേവച. എല്ലാ ശാസ്ത്രങ്ങളും ഒരുപോലെ തന്നെ നമുക്ക് പഠിക്കുവാൻ സാധിക്കണം, പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ തത്വസംഹിത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കണം. ആ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സമയത്താണ് മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ആ ഹൃദയ ഭാഷ്യം നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഹൃദയത്തോടു കൂടി ഹൃദയം ചേർത്ത് വയ്ക്കുവാനും ആ ഒരു സൗഹൃദം നമുക്ക് എപ്പോഴും ഊട്ടി ഉറപ്പിക്കുവാനും സാധിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തില് ഭഗവാൻ ശ്ലോകം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുക, അത് നമ്മുടെ കുടുംബത്തിനും നാടിനും ഈ ദേശത്തിനും തന്നെ ഒരു മാതൃകയാവുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും അനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെയും അതുപോലെ സർവ്വ ഗുരു പരമ്പരയുടെയും എല്ലാവിധ ഭാഗമായി നിന്നുകൊണ്ട് എല്ലാവർക്കും ഈ ഇഫ്താർ പരിപാടിയിലും റമദാന്റെ ഈ വ്രതശുദ്ധിയോടുകൂടിയുള്ള ദിവസങ്ങളിൽ അവരവർ ചെയ്യുന്ന ആ വ്രതാനുഷ്ഠാനങ്ങൾ ഉയരത്തിലേക്ക് ഉയർന്ന് പറക്കുവാനും ഉയർന്ന് ചിന്തിക്കുവാനും ഉയർന്ന നിലയിലെത്തുവാനും സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.